ഇന്ത്യൻ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ ആ വാക്ക് അർത്ഥമാക്കുന്ന തലത്തിൽ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ആരെങ്കിലും ഉന്നയിച്ചാൽ അത് വളരെ പ്രസക്തമായിരിക്കും. ജാതി ശാക്തീകരണം, അതിനോടൊപ്പം തന്നെ ഹിന്ദുമത പരിഷ്കരണം, ഈ രണ്ട് കാര്യങ്ങളാണ് നവോത്ഥാനം എന്നതിൻ്റെ പേരിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാതെ ഒരു സ്വതന്ത്ര സമുദായം എന്നുള്ള നിലയിൽ ഇന്ത്യൻ ജനത പുതിയ കാലത്തിൻ്റെ ചലനങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയല്ല അവിടെയെങ്കിലും നമ്മൾ കാണുന്നത്. പരസ്പരം കീഴ്പ്പെടുത്താൻ വെമ്പി നിൽക്കുന്ന ജാതി മതങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പരസ്പരം ഒരു അനാക്രമണ സന്ധി എന്നതിലപ്പുറത്തേക്കൊന്നും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഉദ്ദേശങ്ങളും നീളുന്നില്ല എന്നുള്ള ദയനീയമായൊരു കാര്യമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പേരിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിനെയാണ് നമ്മൾ യാതൊരു മനസാക്ഷിയുമില്ലാതെ എന്തോ വലിയ പുരോഗമനം സംഭവിച്ചു എന്നുള്ള മട്ടിൽ ഇവിടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതും.